ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ കുറേ ആയില്ലേ കാണിച്ചിട്ട് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പാട്ടൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുക, പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു കൊടുക്കുക, അവർക്ക് സന്തോഷമായിക്കോട്ടെ. കുറേ സബ്സ്ക്രൈബേഴ്സിന് അമ്മ ഭയങ്കര കാര്യമാണ്, അതുകൊണ്ട് പാട്ടൊക്കെ പാടി കേൾപ്പിക്കാൻ പറഞ്ഞിട്ട് അമ്മയുടെ പാട്ട് ഒരു ഫുൾ പാട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ തലേ ദയ ചെയ്തേ ഞാൻ കേട്ടോ. എല്ലാവരും കണ്ടു നോക്കിക്കുക എന്നാ പറയുന്നതെന്നുള്ളത് വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പാചകമൊക്കെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പാചകം ഞാൻ ചെയ്യുന്നുണ്ട്, പാചകമൊക്കെ കാണിക്കുന്നത് പണി കഴിയാതെ പറ്റത്തില്ല, സൗണ്ടൊക്കെ കേൾക്കും, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അമ്മയുടെ പാട്ട് പാടാന്ന്. അപ്പൊ നമ്മുടെ അമ്മ കുറെ ദിവസമായി വന്നിട്ട് ഭയങ്കര ഗമയായിരുന്നേ വീഡിയോയുടെ മുമ്പിലൊക്കെ വരാൻ, അല്ലേ? മൂത്ത മോളൊക്കെ പോയി ചേർന്നപ്പോ അതിന്റെ ഗമയാന്ന് തോന്നുന്നു മൂത്ത മോളുടെ അടുത്ത്. അല്ലേലും മൂത്ത മോള് അല്ലെ, ആദ്യം നമ്മൾ മൂത്ത മോളെ അല്ലേ കൊഞ്ചിച്ചത്? അല്ലേ കൊഞ്ചിച്ചത് ആദ്യം മൂത്ത മോളെ അല്ലേ കൊഞ്ചിച്ചത്. അത് കഴിഞ്ഞല്ലേ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ. അപ്പം രണ്ടാമത്തെ മോള് പാവം, അവക്കാണ് ഒട്ടും ഡിമാൻഡ് ഇല്ലാത്ത. ഞാൻ ഇളയതാന്നുള്ള ഡിമാൻഡ് ഉണ്ട്. നടുക്കലത്തെ അവക്കായിരുന്നു ഒട്ടും വലിയ ഇതില്ലത്. അയ്യോ കൊണ്ട് കേട്ടോ അമ്മയല്ലേ അവള് പാവം, അവള് വെറും പാവം. അങ്ങനെ നമ്മുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ കുറെ നാളായില്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടും പാട്ടൊക്കെ പാടിയിട്ടും ഒക്കെ ഒത്തിരി ആയില്ലേ. പാടിയ പാട്ടൊക്കെ കേട്ടോ. എന്നാലും നമ്മുടെ അമ്മയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പഠിക്കാമോ? എന്റെ പാട്ട് ഇവരെല്ലാം കേട്ടിട്ട് എന്നെ തലക്കടിച്ച് ചുറ്റിക വെച്ച് തലക്കടിഞ്ഞ അതെന്റെ പ്രശ്നങ്ങളായിരുന്നു. പഠിക്കാം. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരോ ആരോ സ്വപ്നം കാണുവതാരോ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോവതറിയാതെ ദേവദാരുതീ തണലിലുറങ്ങും താപസ കന്യക ഞാൻ. ദേവദാരിൽ തണലിലുറങ്ങും താപസ കന്യക ഞാൻ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരോ ആരോ സ്വപ്നം കാണുവതാരോ. അമ്മയ്ക്ക് കണ്ണു കിട്ടൂല്ലേ എന്തോ. മകള് പാടിയ പാട്ട് എല്ലാവർക്കും അറിയാലോ. ഇന്നലെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ എല്ലാരെയും ഓടിച്ചു. പശുവൊക്കെ കയറും പൊട്ടി ഓടി. അമ്മ കേൾപ്പിച്ചില്ലല്ലോ. അത് ഞാൻ കേൾപ്പിക്കായിരുന്നു. നാളെ ഇടയ്ക്ക് കേൾപ്പിക്കാവേ. അത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാ പാവ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ മുമ്പിൽ നിന്ന് അത് കേട്ടല്ലോ എന്നുള്ളതാണ്. കാരണം അതുപോലത്തെ പാട്ടാണ് അല്ലേ? അപ്പൊ ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ടൈലിന്റെ പണി കഴിഞ്ഞില്ല. പ്രീതി ദിലീപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ടൈലിന്റെ പണി കഴിയുമ്പോ കാണിക്കണം ബാത്റൂം. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എല്ലാരും കാണിക്കാം കേട്ടോ. നമ്മളായാലും എന്തായാലും ഒരു കണ്ടന്റ് നോക്കിയിരിക്കാലോ, അതുകൊണ്ട് കാണിക്കാം, തീർച്ചയായിട്ടും കാണിക്കാം. അവിടെ ചേട്ടനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പണിക്കാരൻ എന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ. പുള്ളിയാണ് ഇവിടെ എല്ലാത്തിനും വരുന്നത്. അപ്പൊ പുള്ളിയെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെന്നാ രാജു വിശേഷം? നമുക്ക് മൂടിക്കിടക്കുന്നു. ഇന്നുണ്ടല്ലോ കുറിച്ച് കിട്ടിയിട്ടുണ്ടേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആലപ്പുഴന്ന് വന്നപ്പോ തൊട്ട് കഴിഞ്ഞ ആഴ്ച പറയുവാണ് പൊടിമീനുണ്ടോടി നമ്മുടെ ഇവിടെ, പൊടിമീനുണ്ടോന്ന് എല്ലാം മറന്നുപോയി. എന്നൊക്കെയാണോ? വട്ടമത്തി, കോക്കാലമത്തി, മണങ്ങ്, കണമ്പ്, താട. ആലപ്പുഴക്കാരി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ആലപ്പുഴക്കാരി കേട്ടോ. ആലപ്പുഴക്കാരിയാ ഞാന്. അപ്പൊ മീനെല്ലാം മൂത്ത മോൾ ആലപ്പുഴയിലല്ലേ കല്യാണം കഴിച്ചു വിട്ടേക്കുന്ന ആലപ്പുഴയില്. അമ്മയുടെ വീട് ആലപ്പുഴ. അതുകൊണ്ട് മീന്റെ കാര്യത്തില് അമ്മയും പറ്റിക്കാൻ പറ്റത്തില്ല, അമ്മയുടെ കുട്ടികളെയും പറ്റിക്കാൻ പറ്റത്തില്ല അല്ലേ?
ചേട്ടനാണ് ഇവിടെ ഭയങ്കര ഡ്യൂട്ടിയിലാട്ടോ. ഭയങ്കര ജോലിയാ. പറഞ്ഞില്ലേ നിങ്ങളോട് ചേട്ടന്റെ ജോലി അതാണ് ഭയങ്കര ഇവിടെ ജോലിയാ. നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രീതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ടൈലെല്ലാം ഇട്ട് കഴിഞ്ഞ് ബാത്റൂം കാണിക്കണമെന്ന്. ആ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു കണ്ടന്റും കൂടെ ബാത്റൂമിന്റെ ഡിസൈനെ പറ്റിയേ കമന്റ് ഇടണം. നല്ല ഓരോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ്, നല്ല നല്ല ഭംഗിയാ. ഷോർട്ട് ഉണ്ടായിരുന്നോ? ഞാൻ അവിടെ പോയി നോക്കുന്നതൊക്കെ ഉറുമ്പ് കണ്ടായിരുന്നോ? ഇല്ലല്ലേ, കാണിച്ചു തരാം. അമ്മ ഇടയ്ക്കെല്ലാം ഒന്നും കാണത്തില്ലേ, ചിലപ്പോ അമ്മ എല്ലാം കാണിക്കും. വെള്ളം ഇപ്പോഴത്തെ ഇതില്ലേ അയച്ചേച്ചിയുടെ കൊടുത്തപ്പോ അതുപോലത്തെ പുതിയ മുറിയില്ലേ അത്. അയച്ചേച്ചിയുടെ മൂത്തേച്ചിയുടെ പുതിയ മുറിയൊക്കെ പിടിച്ചു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിന്ന് പൊടിമീനൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ, അവിടുന്ന് വന്നപ്പോ പൊടിമീൻ ഇഷ്ടാ. കുറിച്ചി വറ്റിച്ചു, വറുത്തു. അല്ല നെന്മീൻ വറുത്തു, പിന്നെ വാഴച്ചുണ്ട് തോരൻ, ചക്കക്കുരു മാങ്ങയും കറി പോരെ. അത്രയും കറിയൊക്കെ വെച്ച് ഞങ്ങളിപ്പം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ഞാൻ ഓർത്തെ ഈ അമ്മയുടെ തലയൊക്കെ ഒന്ന് ഡൈ ചെയ്യുന്നത് എന്ത് രസമായിരുന്നു അല്ലേ. നമ്മള് ഡൈ ചെയ്യാം, ഡൈ ചെയ്യാൻ പോവാ. ഇനി എന്നാ ചെയ്യാനാ, 82 അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലേ ഡൈ ചെയ്യുന്നതിന്? കുഴിയിലോട്ട് പോകാറായി. അതൊന്നുമില്ല. അമ്മ എപ്പോഴും പറയും കുഴി പോകാറായി. കുഴി പോകുന്ന ആ ദൈവം തമ്പുരാൻ നിശ്ചയിക്കണം അല്ലേ. അമ്മ എപ്പോഴെങ്കിലും പോത്തില്ലെന്ന് ചുമ്മാ പറയുന്ന. നമ്മുടെ മക്കള് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളുടെ മക്കളും ഒക്കെ ആയി എല്ലാം കഴിഞ്ഞ് അമ്മ എന്റെ കൊച്ചുമക്കളുടെ കല്യാണം അത് കഴിഞ്ഞൊരു ആഗ്രഹം പോലെ അവരുടെ ഓരോ കൊച്ചുങ്ങളെങ്കിലും കാണണം, ശരിയല്ലേ? അപ്പൊ അമ്മമ്മ കുഞ്ഞു മക്കളൊക്കെ എങ്ങനെ ഇങ്ങനെ കോരി ഇങ്ങനെ ഉത്തരം എടുക്കാനുള്ളത് കാണത്തുള്ളൂ അല്ലേ. ഇങ്ങനെ എടുത്തോണ്ട് കൊണ്ട് അവിടെ കൊണ്ടിരുത്തും, അവിടുന്ന് എടുത്തോണ്ട് വന്ന് ഇങ്ങോട്ട് കൊണ്ടിരുത്തും. ഇതൊക്കെയാണ് പരിപാടികൾ അല്ലേ. അപ്പം അപ്പൊ ഡൈ ചെയ്യണ്ടല്ലേ? വേണ്ടല്ലോ, ഡൈ വേണ്ടെന്ന് ഡൈ ചെയ്യുന്നു കേട്ടോ. നമ്മളിനി ഡൈ ചെയ്യിക്കോ? മനുഷ്യരെ നോക്കണ്ടേ? അതൊന്നുമല്ല. ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളെ കൊച്ചുനാളില് അമ്മ ഡൈ ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ല ഞങ്ങൾ അമ്മ ഡൈ ചെയ്യിച്ചാല് അമ്മ ഡൈ ചെയ്തോണ്ടല്ലോ ഇതുണ്ടോ ഈ കവളത്തിലുണ്ട് അപ്പൊ ഡൈ ചെയ്തിരുന്നെങ്കിൽ നല്ല എന്നൊക്കെ ആയതാന്ന് പറയുമായിരുന്നു. അതെ, സത്യം പറയാട്ടോ, അങ്ങനെ തോന്നിയാനെ. പക്ഷെ ഇനി വേണ്ടല്ലേ, ചെലപ്പം വല്ല അപ്പുപ്പന്മാരെയൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട, എനിക്ക് പിന്നെ പണിയാവും. അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന വീഡിയോകളൊക്കെയാണ്, വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇനിയും വർത്താനം പറയാൻ വരാൻ കമന്റ് ഇടണം. ഇങ്ങനെ വർത്താനം പറയുന്ന ഇഷ്ടമുള്ളവർ കമന്റ് ഇടണം. നമ്മുടെ കയ്യിലിന്റെ പണി കഴിയാതെ നമുക്ക് അടുക്കളയിൽ നിന്ന് കാണിക്കാൻ പറ്റത്തില്ല. അതാണ് പാചകമൊന്നും ഇപ്പൊ കാണിക്കാത്ത. ഒച്ച കേൾക്കുമ്പോ നിങ്ങൾ പറയും അതുകൊണ്ട് അവള് വീഡിയോ വിടുക, എന്നിട്ട് ഞങ്ങൾക്കൊരു ഭാഗം കേൾക്കാനും മേല എന്നൊക്കെ പറയും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും നമ്മളെ എന്നാ വേണ്ടേ, എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ചിലർക്കും പറഞ്ഞു, ചിലർക്ക് നല്ല ഓർമ്മ കേട്ടോ, ചില രണ്ടാത്തവരെ പോത്തു ഭയങ്കരമായിട്ടിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.